ജഗ്ഗ് നിറയെ പാലാണ്. അപ്പം മുത്തശ്ശി പിങ്ക് നിറത്തിലുള്ളൊരു പാലട പായസം ഉണ്ടാക്കാനായിട്ടോ വന്നിരിക്കുന്നത്. അപ്പം മക്കൾക്ക് നമസ്കാരം. ഗ്യാസ് കത്തിക്കട്ടെ കേട്ടോ. പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 4 പാക്കറ്റ് പാലാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് നല്ല പിങ്ക് കളറുള്ള പായസം കിട്ടില്ലേ പാലട. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരേ വലിയ ചരക്കിൽ കുറേ ഉണ്ടാവും പാൽ. അതങ്ങനെ അടുപ്പത്ത് അങ്ങനെ കുറേ നേരം കടൽപ്പുറത്ത് കിടക്കും. അപ്പോൾ സദ്യയൊക്കെ എല്ലാവർക്കും വിളമ്പാറാകുമ്പോഴേക്ക് ഒരു നല്ല കട്ടയിട്ട് അങ്ങനെ നമുക്കിപ്പോൾ വീട്ടിലുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഗ്യാസിലാണ്, അടുപ്പല്ല. അപ്പോൾ അതിന് പകരം വേറെ ടിപ്പ് മുത്തശ്ശി കാണിച്ചു തരാം കേട്ടോ നമുക്കൊക്കെ. അപ്പോൾ അത് പാൽ നന്നായി തിളച്ചു കേട്ടോ. അപ്പോൾ തിളച്ച പാലൊക്കെ മുത്തശ്ശിയെ ഉരുളിന്ന് പാത്രത്തിൽ മാറ്റി വെച്ചു. ഇനി മുത്തശ്ശീൻ്റെ ടിപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മക്കൾ കണ്ട് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഇനി ഇതാ ഗ്യാസ് കത്തിക്കട്ടെ. അപ്പോൾ ഇതാ നല്ല മഴയാണ്. നല്ല മുത്തശ്ശി ജോലിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗ്യാസ് കത്തിച്ച് ഈ ഉരുളി വെക്കട്ടെ. വെള്ളത്തിലിട്ട് വെച്ചാൽ എന്താ വെച്ചാൽ അതിന് പുളി രസം ഉണ്ടാവും. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് വാങ്ങിയാൽ എണ്ണ ഇരിക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ കറണ്ട് പോകുന്നുണ്ടാവും. അപ്പോഴൊക്കെ മാറ്റാം. അപ്പോൾ അതിന് വേണ്ടി മുത്തശ്ശി എന്താ ചെയ്യാച്ചാൽ വെണ്ണ കിട്ടി അപ്പോൾ വെള്ളത്തിലാണ്ട് ഇട്ട് വെക്കും. അപ്പോൾ അയ്യ വെള്ളത്തിൽ നിന്നാണ് കേട്ടോ മുത്തശ്ശി പോയി വെണ്ണ തിരിക്കി ഇടുന്നത്. അത് നോക്കിക്കോളൂ. അടി പിടിക്കാൻ പാടില്ല കേട്ടോ. ഉരുക്കി കഴിയുമ്പോൾ നമ്മളെ അപ്പോൾ ആ വെണ്ണയൊക്കെ ഉരുകി ഇനി അടുത്തത് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചിലർക്ക് നല്ലോണം മധുരം വേണ്ടി വരും. ചിലർക്ക് കുറച്ച് മധുരം കുറച്ച് മതിയാവും. നമ്മുടെ സൗകര്യത്തിന് ഇട്ട് കൊടുക്കാൻ. മുത്തശ്ശി ഇപ്പോൾ എടുക്കുന്നത് 1.5 ഗ്ലാസ് 2 ഗ്ലാസ് കഷ്ടിച്ചെടുക്കുന്നുള്ളൂ. ഇതാ ഇത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. പഞ്ചസാര അടിയിൽ പിടിക്കാതിരിക്കാനും പിന്നെ ഈ പായസത്തിന് പ്രത്യേക ഒരു രുചി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ വെണ്ണയൊക്കെ ചേർക്കുന്നത്. പായസങ്ങളുടെ രാജാവാണ് കേട്ടോ പാലട പ്രഥമൻ. അപ്പോൾ മക്കൾക്ക് ഏത് പായസം ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു ബ്രൗണ് നിറാവണ വരെ നമ്മളിതിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. മുത്തശ്ശി ഇത് എത്ര പ്രാവശ്യമായി പറയാം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരും. മഴ കാരണേ മുത്തശ്ശിക്ക് ഇത് കഴിഞ്ഞിട്ട് കായ വറുക്കാണ്ട് കായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വറുത്തപ്പേരി ഉണ്ടാക്കാണ്ട് വറുത്തപ്പേരി ഉണ്ടാക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഈ മഴ വരുകൊണ്ടാണ് ഇത് വീഡിയോ എടുക്കാൻ താമസേ. അപ്പോൾ അത് കഴിഞ്ഞിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് എപ്പോഴോ കഴിയേണ്ട സമയമായി. അപ്പോൾ ഇടയ്ക്കൊന്ന് മഴ വരും, പിന്നെ ഒന്ന് വെയിൽ കാണും, പിന്നെ അപ്പോഴൊക്കെ പിന്നെയും പെയ്യും. അങ്ങനെയാണ് പോട്ടെ സമയം. എന്ത് സാധനമായാലും നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നതും കുറേ ഉണ്ടാക്കുന്നതും നല്ല മാറ്റമുണ്ട് കേട്ടോ. കുറേ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ അടുപ്പത്തെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും. ചോറടക്കം നിങ്ങൾ നോക്കി നോക്കൂ. അടുപ്പത്ത് വെച്ച ചോറ് നമ്മൾ ഇപ്പോൾ ഈ കുക്കറിൽ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുന്ന ചോറിൽ നല്ല മാറ്റമാണ്. പറയുമ്പോൾ അരിയൊക്കെ ഒരേ അരിയും. ഇപ്പോൾ നോക്കുന്നതിൻ്റെ കളർ കണ്ടില്ലേ. ഒന്നും കൂടി ഇതായി കഴിഞ്ഞാലേ നമുക്ക് തിളപ്പിച്ച് വെച്ച പാലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അട കഴുകി വെച്ചത് ഇടുക. അങ്ങനെയൊക്കെ ചെയ്യും. ഇതാ അപ്പോൾ അതെ 150 ഗ്രാം മട്ട ഇടേണ്ടോ. നമുക്ക് കളർ കണ്ടാൽ മനസ്സിലാവില്ലേ. മട്ടരി പോലത്തെ കളറാണ് ഇതിന്. അപ്പോൾ മലബാർ പറഞ്ഞാണ് മുത്തശ്ശി വാങ്ങിയത്. അപ്പോൾ അതാ മുത്തശ്ശി അധികം ആദ്യമൊക്കെ എന്താ വെച്ചാൽ ഈ അടയാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചൊക്കെ കഴുകണം. ഇപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ കഴുകിയാണ്ട് ഇട്ട് കൊടുക്കുക വേണ്ട, വേഗം റെഡിയായി വരും. അപ്പോൾ അതാ മുത്തശ്ശി ഇതൊന്ന് കഴുകിയിട്ടിടുന്നുണ്ട്.
അപ്പോൾ അത് 2-3 പ്രാവശ്യം കഴുകിട്ടോ. ഇനി ഇതേ നമ്മൾ ആ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അട വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ പാലിൻ്റെ കളർ കണ്ടില്ലേ, നല്ല പിങ്ക് കളറായി വന്നില്ലേ. പിന്നെ പഞ്ചസാര ഉരുക്കുമ്പോഴേ നമ്മളെ ഓട്ടുരുളിയിലാണ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക പായസം. അപ്പോൾ അത് പഞ്ചസാരയൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു പിങ്ക് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം ഗ്യാസ്. അപ്പോൾ അതിൽ ഇരുന്ന് തന്നെ പിന്നെയും ഒന്നും കൂടി നല്ല കളറായി വരും. അപ്പോൾ അത് പ്രത്യേകം മക്കൾ ശ്രദ്ധിക്കണേ. ആവശ്യത്തിന് മക്കൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അടയൊക്കെ വെന്തു. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി മധുരം വേണം. എന്നുവെച്ചാൽ മുത്തശ്ശി വെണ്ണ ഉരുക്കാൻ പാകത്തിന് മാത്രമേ അപ്പോൾ അതിലിട്ടു. പിന്നെ ചെറിയ ഉള്ളിലല്ല, അതിൽ തന്നെ അങ്ങനെ കുറേ ഇട്ട് കൊടുത്താലേ അടയും ഇതൊക്കെ വെന്ത് വരുമ്പോൾ റെഡിയായി വരണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് മുത്തശ്ശി അപ്പോൾ കുറച്ച് പഞ്ചസാര, ഇനി കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അതൊക്കെ റെഡി കഴിഞ്ഞ് ഉരുളിയിൽ ഇരുന്നാലും ഒന്ന് കട്ട് ചെയ്ത് വരും. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടോ പായസം പാലട. അപ്പോൾ എന്താ വെച്ചാലേ നമ്മൾ എന്താ വെച്ചാൽ ഒന്ന് നല്ലോണം കുറുകിയത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഓട്ടുരുളിയല്ലേ, അപ്പോൾ ഉരുളിയിൽ ഇരുന്നാൽ പിന്നെ ഒന്നും കൂടി കുറുകും. അതുകൊണ്ടാണ് മുത്തശ്ശി ഒരുവിധം പാകമായപ്പോൾ തന്നെ ഓഫാക്കി വെച്ചത് കേട്ടോ. ഇനി ഇത് ഒന്ന് ചൂടാറട്ടെ, എന്നിട്ടൊന്ന് കുടിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. നമ്മൾ പഞ്ചസാര വെണ്ണയിലിട്ട് ഉരുക്കി ഇളക്കിയെടുത്തില്ലേ, അപ്പോൾ കുറേശ്ശുള്ള ഗോൾഡൻ ആവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പായസം കുടിക്കുമ്പോൾ കയ്പ്പ് വരും കേട്ടോ. മുത്തശ്ശി എന്താ വെച്ചാൽ പിന്നെ ഗോൾഡൻ കളർ വന്നപ്പോൾ ഓഫാക്കിയത്. ഉരുളിയിലും ഇരുന്നാലും കുറച്ചും കൂടി ആവുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഇതാകുമ്പോൾ തന്നെ പാലണ്ട് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഉരുളിയിൽ അധികം നേരം ഇരിക്കേണ്ട വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ പഞ്ചസാര ഉരുക്കി പായസം ഉണ്ടാക്കുമ്പോൾ മറ്റേ പാലട ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ, അത് മനസ്സിലാക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മക്കൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി മുത്തശ്ശിയും മക്കളൊക്കെ കൂടി പായസമൊക്കെ ഒന്ന് കുടിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.